ഗൈസ് അങ്ങനെ നമ്മൾ ലാസ്റ്റ് കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ഓക്കെ, കോഴിക്കോട് ബീച്ചിലാണ് ഗൈസ് നമ്മൾ നിൽക്കുന്നത്. കുറേ പേരോട് കളിക്കുന്നുണ്ട് കേട്ടോ. പിള്ളേരെ കൊണ്ട വൈബ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ഒന്നേ തോന്നുന്നുള്ളൂ, പണ്ടൊക്കെ നമ്മളായിരിക്കും. പണ്ടൊക്കെ നമുക്ക് ബീച്ചിൽ നിന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഫീലായിരിക്കും. അപ്പോൾ ബീച്ചിൽ നിന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കും. ഫോട്ടോ സുഹൃത്തുക്കളെ, നമ്മൾ നിൽക്കുന്നതാണ് കോഴിക്കോട് ബീച്ച്. അപ്പോൾ കോഴിക്കോടുള്ളവരുണ്ടെങ്കിൽ കമൻ്റ് അടിക്കുക, ഷവർ കോഴിക്കോട് ബീച്ച്. പിള്ളേർക്ക് ഉണ്ടാക്കാം അടുത്തിടാം. സുഹൃത്തുക്കളെ, നമുക്കിനി നമ്മളെ കോഴിക്കോട് ബീച്ച് എക്സ്പ്ലോർ ചെയ്യാം. അവിടെയൊക്കെ കുറേ ആൾക്കാരുണ്ടോ. ഇവിടത്തെങ്കാട്ടി ക്രൗഡ് അപ്പുറത്തുണ്ട്. പിള്ളേർ കളിക്കാനേ അവിടെ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളെ ഈ കോഴിക്കോട് ബീച്ച് എന്തോ വളർച്ചയിലേക്ക് വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ക്രൗഡുണ്ട് കേട്ടോ, നല്ല ക്രൗഡുണ്ട്. ഞാൻ ഒന്ന് കട്ട് അല്ലാ ഗൈസ്, ഇവിടെ ഒരു പെണ്ണിനെ വീഡിയോ എടുക്കാൻ വേണ്ടി ഡ്രസ് മാറ്റി കൊടുക്കണേ. അല്ല മോളെ, എന്താ പറയാനുള്ളത്? അല്ല മോൾ ബീച്ചിൽ കളിക്കുന്നുണ്ടോ? കളിക്കുന്നുണ്ടോ? ഇവിടെ നോക്കി പറയും, കളിക്കുന്നുണ്ടോ? കാർക്കുണ്ട്. ഇതിൽ കയറാൻ ഉദ്ദേശമുണ്ടോ? ഉണ്ടല്ലേ. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പറഞ്ഞാൽ കയറ്റി വിടാം. പറയും എന്ത്? ലൈക്ക് ചെയ്യണം. ലൈക്ക്. പ്രിയപ്പെട്ട അലമോളുടെ മോമായ മുംതാസാണ് കൂടെയുള്ളത്. കോഴിക്കോട് കടൽ വെലിങ്ങി. അറ്റം വരെ പോയിട്ടുണ്ട് സാധനം. അമ്മായി വലിയ വലിയിരുന്നു. ഇതുവരെയൊക്കെ ഉണ്ടായിരുന്നു കോടലി അല്ലേ? അവിടെ നിന്ന് വലിഞ്ഞു. ഗൈസ്, ഇവിടുത്തെ കടകളാണ്. മാങ്ങ ഉപ്പിലിട്ട് കൂടുതൽ എല്ലാ കടയിലും മാങ്ങ വാങ്ങുന്നുണ്ട്. ചായ കുടിക്കും. മൊത്തം കടയാണ് ഗൈസ്. സർക്കാരിൻ്റെ പദ്ധതി. സർക്കാരിൻ്റെ പദ്ധതി ഒരൊറ്റം വരെ ഉണ്ട് അല്ലേ? ഇപ്പൊ സെറ്റപ്പായില്ലേ കോഴിക്കോട്? പണ്ടത്തെ കോഴിക്കോടല്ല. ചായ തപ്പിയുള്ള അലച്ചിലാണ്. ചായ ഇല്ലേ? ബ്രോസ്റ്റർ കഴിക്കണോ? ₹50 ചായ വെള്ളം 6 ചായയിലോ 5 സാധനം ഓർഡറാക്കി. 5 ചായയിലോ ഒന്നും ഇട്ടോട്ടെ. ഒരു കാർഡ് എടുത്തോ, ഒരു കാർഡ് എടുത്തോ, ഒരു കാർഡ് എടുത്തോ, ഒരു കാർഡ് 5 ചായയിലൊന്നും വിത്തൗട്ട്. 5 ചായയിലൊന്നും വിത്തൗട്ട്.
കാട 50 രൂപ. വേറെന്താ വേണ്ടേ? ഒരു ഫ്ലവർ വേണോ? ഒരു ഫ്ലവർ എടുത്ത പോലെ ഒരു ഫ്ലവർ എടുത്താ വേറെന്തെങ്കിലും വേണോ? ചായ കോഫി ഓറഞ്ച് ജ്യൂസൊക്കെ ഉണ്ട്. ഇതിനെ വേണ്ടി പറഞ്ഞില്ലേ? ഒരാളിവിടെ മോട്ടറൊക്കെ നിൽക്കുന്നുണ്ടോ? കുട്ടികളെ വിസ്മയിപ്പിക്കുന്ന ബീച്ചുകളും പാർക്കുകളും ആയി നമ്മളെ കോഴിക്കോട് ബീച്ച് വളർന്നിരിക്കുന്നു സുഹൃത്തുക്കളെ, വളർന്നിരിക്കുന്നു. ഇതൊക്കെ കുട്ടികൾക്കുള്ള സംഭവങ്ങളാട്ടോ. അപ്പോൾ ഗൈസ്, കോഴിക്കോട് ബീച്ചിൻ്റെ കോട്ടണം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പോകുന്ന വ്ളോഗ് നമുക്ക് കാണാം. അടുത്ത വ്ളോഗ് നിങ്ങൾ കാണാം. അടുത്ത പാട്ടായിട്ട് വരുന്നതായിരിക്കും. സ്റ്റിൽ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത പാട്ടിൽ കാണാം.